അതിർത്തിയിൽ ചൈനീസ് സേനയുമായി നമ്മുടെ സൈന്യം മുഖാമുഖം നിൽക്കുമ്പോൾ ഡൽഹിയിലെ ബി.ജെ.പി. കാര്യാലയത്തിലും ആർ.എസ്.എസ്. ആസ്ഥാനത്തും സംഭവിക്കുന്നത് ആരെയും അമ്പരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. രാജ്യസ്നേഹത്തെക്കുറിച്ചും ചൈനീസ് ഭീഷണിയെക്കുറിച്ചും വാചാലരാകുന്നവർ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾക്ക് രഹസ്യമായി ചുവപ്പു പരവതാനി വിരിക്കുകയാണ്. ഡൽഹി കേന്ദ്ര കാര്യാലയത്തിലും ആർ.എസ്.എസ്. ആസ്ഥാനത്തും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികളുമായി ബി.ജെ.പി. നേതാക്കൾ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് മിനിസ്റ്റർ സൺ ഹയാന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം ബി.ജെ.പി. ആർ.എസ്.എസ്. നേതൃത്വങ്ങളുമായി അതീവ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈനീസ് കടന്നുകയറ്റ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയതാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഘടകം. കരസേനാ ദിനത്തിന് തൊട്ടുതലേന്ന് സൈനിക മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദുരൂഹ നീക്കങ്ങൾ നടന്നതെന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തുന്ന ഓരോ നീക്കത്തിനും പിന്നിൽ ചൈനയുടെ പരോക്ഷ പിന്തുണയുണ്ടെന്നും ഇതിനെ നേരിടാൻ ഓപ്പറേഷൻ സിന്ദൂർ ശക്തമായി തുടരുകയാണെന്നുമാണ് സൈനിക മേധാവി വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. സൈന്യം ഇത്തരത്തിൽ ജാഗ്രത പ്രഖ്യാപിച്ച അതേ സമയത്താണ് ബി.ജെ.പി. ഓഫീസിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾ എത്തിയതും മണിക്കൂറുകളോളം ചർച്ചകൾ നടത്തിയതും. ബി.ജെ.പി. നാഷണൽ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ്, വിദേശകാര്യ വിഭാഗം കൺവീനർ വിജയ് ചൌത്തേവാല എന്നിവരാണ് ചൈനീസ് സംഘവുമായി മണിക്കൂറുകളോളം ചർച്ചകൾ നടത്തിയത്. ബി.ജെ.പി. ഓഫീസിലെ ഈ കൂടിക്കാഴ്ച പുറത്തറിഞ്ഞ് വിവാദമായതോടെ പിന്നീട് സന്ദർശനം ആർ.എസ്.എസ്. ആസ്ഥാനമായ കേശവ് കുഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു. ആർ.എസ്.എസ്. സർക്കാര്യവാഹ ദത്തത്രേയ ഹൊസബാളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചൈനീസ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. 2 മണിക്കൂറിലധികം നീണ്ട ചർച്ചയാണ് ആർ.എസ്.എസ്. ആസ്ഥാനത്ത് നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവിടാനോ ചർച്ചാ വിഷയങ്ങൾ വെളിപ്പെടുത്താനോ ആർ.എസ്.എസ്. നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. ചൈനീസ് അംബാസിഡർ ഷൂഫി ഹോങ്ങും ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കശ്മീരിലെ ഷക്സ്ഗാം താഴ്വരയിൽ ചൈന അനധികൃത നിർമ്മാണം നടത്തുകയും ആ പ്രദേശം ചൈനയുടേതാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സന്ദർശനം രാജ്യസുരക്ഷയ്ക്ക് തന്നെ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും ചൈനയുടെ ഇത്തരം അവകാശവാദങ്ങളെ ശക്തമായി തള്ളിക്കളയുമ്പോഴാണ് ആർ.എസ്.എസ്. ചൈനീസ് പ്രതിനിധികളുമായി രഹസ്യ കൂട്ടുകെട്ടിൽ ഏർപ്പെടുന്നത്. ബി.ജെ.പിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ വർഷങ്ങളായുള്ള ബന്ധത്തിന്റെ തുടർച്ചയാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. 2009-ലും 2011-ലും നിതിൻ ഗഡ്കരി അടക്കമുള്ള ഉന്നത ബി.ജെ.പി. നേതാക്കൾ ചൈനീസ് ഭരണകൂടത്തിന്റെ അതിഥികളായി ചൈന സന്ദർശിച്ചിട്ടുള്ള ചരിത്രവും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ ഇത്തരം സന്ദർശനങ്ങൾ നയതന്ത്ര തലത്തിൽ സർക്കാരുകൾ തമ്മിലാണ് നടക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സംഘടനയും നേരിട്ട് ചൈനീസ് ഭരണകൂടവുമായി ബന്ധം സ്ഥാപിക്കുന്നത് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ വിദേശ പ്രതിനിധികളുമായി സമ്പർക്കം പുലർത്തിയാൽ ഉടൻ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കുന്ന ബി.ജെ.പി. നേതാക്കളുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ചൈനീസ് ആപ്പുകൾ നിരോധിച്ചും ചൈനയോട് ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് പ്രസംഗിച്ചും ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ തന്നെ ചൈനീസ് ഭരണകൂടത്തിന് പിൻവാതിലൂടെ സ്വാഗതമോതുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിർത്തിയിൽ നമ്മുടെ ജവാന്മാർ ശത്രുവിനെതിരെ കാവൽ നിൽക്കുമ്പോൾ ഡൽഹിയിലെ ശീതീകരിച്ച മുറികളിൽ ആർ.എസ്.എസ്. ആസ്ഥാനത്ത് ചൈനീസ് പ്രതിനിധികൾക്ക് വിരുന്നൊരുക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഷക്സ്ഗാം താഴ്വരയെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബി.ജെ.പിയും ആർ.എസ്.എസും തങ്ങളുടെ നിലപാട് ചൈനീസ് പ്രതിനിധികളെ അറിയിച്ചു എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു.